പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഒരു പ്രത്യേക പദം കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു പദം എങ്ങനെ കണ്ടുപിടിക്കും എന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് 25ാമത്തെ പദവും പൊതുവ്യത്യാസം ഡിയും അറിഞ്ഞാൽ എങ്ങനെ അതിന്റെ വേറൊരു ക്വസ്റ്റ്യനിലുള്ള അല്ലെങ്കിൽ 40ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പൊ നമുക്ക് 25ാമത്തെ പദം അറിയാം, x25 അറിയാം, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഡിയും അറിയാം. എങ്ങനെ നമുക്ക് 40ാമത്തെ പദം കണ്ടുപിടിക്കാമെന്നായിരുന്നു പറഞ്ഞത്. x40 അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു x40 കിട്ടണമെങ്കിൽ അപ്പൊ x40 ഈക്വൽസ് 25ാമത്തെ പദമാണ് തന്നിരിക്കുന്നത്. അപ്പൊ x25 പ്ലസ് അതിനോട് കൂടി എന്ത് കൂട്ടണം? 25ാമത്തെ പദത്തിൽ നിന്ന് 15 തവണ ഡി കൂട്ടിയാലാണ് 40ാമത്തെ പദമായ x40 അല്ലെങ്കിൽ 25 പദം കഴിഞ്ഞ് ഒരു 15 ഡിയും കൂടി കൂട്ടിയാലാണ് 40ാമത്തെ പദമായ x40. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന പദങ്ങളുടെ വ്യത്യാസം, ഇത് 40ാം പദം, ഇത് 25ാം പദം. അപ്പൊ നമ്മുടെ ഡിഫറൻസ് ആണ് 40 - 25 15. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 15 into d. ഇതായിരുന്നു 40ാം പദം കാണാനുള്ള വ്യത്യാസം. 25ാം പദം അറിയാം, പൊതുവ്യത്യാസം അറിയാം. അങ്ങനെയാണെങ്കിൽ 40ാം പദം കാണാനുള്ള ഫോർമുലയാണ് x40 equal to x25 plus 15d. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലയാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ഥാനം അറിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥാനത്തുള്ള ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫോർമുലയെ നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യും. അപ്പൊ അതിങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. x40 ഈ 25th ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് x25 equal to 15d. ഇനി 15 നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കെന്ത് കിട്ടും? x40 മൈനസ് x25 ഡിവൈഡഡ് ബൈ 15 equal to d. ഇത് നമുക്ക് d കാണാനുള്ള ഫോർമുലയായിട്ട് ഉപയോഗിക്കാം. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് ആയ ഡി കിട്ടണമെങ്കിൽ നമുക്ക് രണ്ട് സ്ഥാനങ്ങൾക്ക് നൽകാൻ പറ്റും. അതായത് x40 x25 അവ തമ്മിലുള്ള വ്യത്യാസത്തെ അവ തമ്മിലുള്ള പൊസിഷൻ വാല്യൂ കൊണ്ട് അല്ലെങ്കിൽ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഫോർമുലയാണ്. ഇത് ഡി കാണാനുള്ള ഫോർമുലയായിട്ട് ഉപയോഗിക്കാം. ഡി ഈക്വൽ ടു പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് 40ാം പദവും 25ാം പദവും 40th ടേമും 25th ടേമും അറിഞ്ഞാൽ അവ തമ്മിലുള്ള വ്യത്യാസം, അതായത് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ ഈ 15 എന്ന് പറയുന്നത് 40ഉം 15 തമ്മിലുള്ള വ്യത്യാസമാണ്. അത് സ്ഥാനങ്ങളുടെ വ്യത്യാസമാണ്. അപ്പൊ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡി ഈക്വൽ ടു പദവ്യത്യാസത്തിന് വരെ ടേൺ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം, അതായത് പൊസിഷൻ ഡിഫറൻസ്. ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഫോർമുലയാണ്. അപ്പൊ രണ്ട് സ്ഥാനങ്ങളിലുള്ള പദങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ആയ അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തേ ചെയ്യേണ്ടുള്ളൂ? ഡി സമം അവയുടെ പദങ്ങളുടെ വ്യത്യാസം, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ ആ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോ 25ാം പദവും 40ാം പദവുമാണ് അറിയാമെങ്കിൽ ആ x40 - x25 divided by
14, 25 തമ്മിലുള്ള വ്യത്യാസമായ 15. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ കിട്ടുന്ന ഈ x40 മൈനസ് x25 ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ നമുക്ക് കിട്ടും 15D എന്ന് പറയും. അതായത് പദവ്യത്യാസം എല്ലായ്പ്പോഴും കോമൺ ഡിഫറൻസിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താലും അതൊക്കെ എല്ലായ്പ്പോഴും അതിന്റെ പൊതുവ്യത്യാസത്തിന്റെ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും ആ ശ്രേണിയുടെ അല്ലെങ്കിൽ സീക്വൻസിന്റെ പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ഗുണിതം ആയിരിക്കും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ തേർഡ് ടേം തന്നിട്ടുണ്ട് x3 ഈക്വൽ ടു 34. അതിന്റെ സിക്സ്ത് ടേം തന്നിട്ടുണ്ട് x6 ഈക്വൽ ടു 67. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ആൻഡ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. നമ്മൾ അതിന്റെ കോമൺ ഡിഫറൻസ് കാണണം. ആദ്യത്തെ 5 ടേംസും എഴുതാം. ആദ്യത്തെ 5 പദങ്ങളും എഴുതാം. അപ്പോൾ ഡി ഈക്വൽ ടു കാണണം, ഫസ്റ്റ് ടേമും കാണാം. ഡി കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഡി ഈക്വൽ ടു പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം x6 മൈനസ് x3 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ സ്ഥാന വ്യത്യാസം 6 മൈനസ് 3 ഈക്വൽ ടു x6 67 ആണ്. സോ 67 മൈനസ് x3 34 ആണ്. 34 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 is 3. Subtract 7 minus 4 3 6 minus 3 3 by 3 so equal to 11. അപ്പോൾ നമുക്ക് d കിട്ടി 11 ആണ്. അപ്പോൾ രണ്ട് പദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അപ്പോൾ x6 minus x3 divided by 6 minus 3. So we get 67 minus 34 divided by 6 minus 3. 67 into 34 കുറച്ചാൽ 33. 7 minus 4 3 6 minus 3 3. 33 by 3 equal to 11. So first part is okay. Now we have to find first 5 terms of the arithmetic sequence. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 5 ടേംസ് അറിയണമെങ്കിൽ നമുക്ക് ഈ എന്തുകൂടി അറിയണം, അതിന്റെ ഫസ്റ്റ് ടേം അറിയണം. കോമൺ ഡിഫറൻസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം കാണാം. ഏതെങ്കിലും ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ പദം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം x3 എന്താണെന്ന് അറിയാം. x3 കിട്ടിക്കഴിഞ്ഞാൽ x1 കാണാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് മൂന്നാമത്തെ ടേമിൽ നിന്ന് 2 ടേം പുറകോട്ട് പോകുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടുക. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം x3 ഈക്വൽ ടു അല്ലെങ്കിൽ x1 ഈക്വൽ ടു x3 മൈനസ് ഡിഫറൻസ് 2. അതല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇത് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ x6ൽ നിന്ന് x1 ഫസ്റ്റ് ടേം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 6th ടേമിൽ നിന്ന് ഒരു 5 ടേം കൂടി പിന്നോട്ട് പോകുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടുക. ഒരു ടേം പിന്നോട്ട് പോകുമ്പോൾ x5, വേറെ ടേം പിന്നോട്ട് പോകുമ്പോൾ x4, അങ്ങനെ 5 ടേം പിന്നോട്ട് പോകുമ്പോഴാണ് x1 കിട്ടുക. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പൊ x1 ഈക്വൽ ടു ആണ് x ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ x3 മൈനസ് 2 ടൈംസ് d ഈക്വൽ ടു x3. നമുക്കറിയാം x3 34. So 34 minus 2 into d equal to 11. So equal to 34 minus 22 equal to 4 minus 2 2 3 minus 2 1. So first term equal to 12. First term കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് ശ്രേണിയിലെ അല്ലെങ്കിൽ സീക്വൻസിലെ എത്ര ടേം വേണമെങ്കിലും എഴുതാം. ഇവിടെ നമുക്ക് 5 ടേമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. സോ വി സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം 12, second term 12 plus common difference 11. So 12 plus 7 is 23.
Next term 23 plus 11 again, so equal to 34. And the next term 34 plus 11 is 45. One more term we need, so 45 plus 11 is 56. Therefore, the required sequence or the first 5 terms of the given sequence is 12, 23, 34, 45, 56. Okay. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ടേമുകൾ തന്നു കഴിഞ്ഞാൽ രണ്ട് സ്ഥാനത്തുള്ള ടേമുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സീക്വൻസ് വേണമെങ്കിൽ എഴുതാൻ കഴിയും. ആദ്യം കോമൺ ഡിഫറൻസ് കാണുന്നു ബൈ യൂസിംഗ് ദ ഫോർമുല ഡി ഈക്വൽ ടു സ്ഥാന വ്യത്യാസം പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം അല്ലെങ്കിൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പോർഷൻ ഡിഫറൻസ്. ഇപ്പൊ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ അവ തമ്മിലുള്ള സ്ഥാനത്തിന്റെ വ്യത്യാസം. We get the common difference. When we get the common difference, then we can find the first term. First term x1 equal to x3 minus 2 times b. അതായത് മൂന്നാമത്തെ ഭാഗത്തിൽ നിന്ന് രണ്ട് ടേം പിന്നോട്ട് പോകുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടുന്നത്. അപ്പോൾ x3 minus 2 times b. x3 equal to already given 34. 34 minus 2 times b. 2 times into 11. So 34 minus 22. Subtract 4 minus 2, 2, 3 minus 2, 1. So x1 equal to 12. D equal to 11. So we can form the sequence. First time 12 plus 11. 12 plus 11, 23. 23 plus 11, 34. 34 plus 11, 45. 45 plus 11, 56. എത്ര വേണമെങ്കിലും എഴുതാം. ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ. So we stop here.